വിമർശിച്ചിട്ടുള്ളൂ, മദനി സംഘ് പരിവാറിനെ വിമർശിച്ചിട്ടുള്ളൂ. ഇന്നും ആ വിമർശനം നടത്തിക്കൊണ്ടേയിരിക്കും, ഇനിയും ശക്തമായി നടത്തും. അതല്ല ഹിന്ദുമതം. മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ അത് ഇസ്ലാം മതത്തെ വിമർശിക്കലാണോ? മുസ്ലിം ലീഗാണോ ഇസ്ലാം മതം? ഇസ്ലാം എന്തൊക്കെ ആറാമാക്കിയിട്ടുണ്ടോ ആറാമ്പറപ്പൊക്കെ ഈ രാജ്യത്ത് നടത്തുന്ന മുസ്ലിം ലീഗ് ഇസ്ലാമിന്റെ ആളുകളല്ല. അവരെ വിമർശിച്ചാൽ അത് മുസ്ലിം ഇസ്ലാമിനെ വിമർശിക്കലല്ല. ബിജെപിയെ വിമർശിച്ചാൽ അത് ഹിന്ദുക്കളെ വിമർശിക്കലല്ല. അത്തരത്തിലാണ് മദനിയുടെ പ്രസംഗത്തെ ഈ രാജ്യത്ത് ചിത്രീകരിച്ചത്. ബാബരി മസ്ജിദ് തകർന്നപ്പോ മദനി വികാരപരമായിട്ട് പ്രസംഗിച്ചു എന്ന് പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി KPA മജീദ് അദ്ദേഹം പറഞ്ഞു, മദനി വികാരപരമായിട്ടാണ് പ്രസംഗിച്ചത്. ബാബരി പള്ളി തകർന്നപ്പോ വികാരപരമായിട്ട് തന്നെയാണ് സംസാരിച്ചത്. മദനിക്ക് വികാരപരമായിട്ട് സംസാരിക്കാൻ സാധിക്കൂ. മദനിക്ക് എന്നല്ല, കഴിഞ്ഞ ദിവസം വേങ്ങരയിലെ പാർട്ടിയുടെ പ്രതിഷേധ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ കേരളത്തിലെ പ്രഗത്ഭനായ മാധ്യമ പ്രവർത്തകൻ ശ്രീ ബാസുരേന്ദ്ര ബാബു പറഞ്ഞു, ബാബരി പള്ളി തകർന്ന സമയത്ത് വികാരപരമായി സംസാരിക്കാത്തവരുണ്ടെങ്കിൽ അവർ മുസ്ലിങ്ങളല്ല എന്നാണ് ബാസുരേന്ദ്ര ബാബു പറഞ്ഞത്. മുസ്ലിങ്ങൾ വികാരപരമായിട്ട് സംസാരിക്കും, അങ്ങനല്ലേ? ഒരു പള്ളി അകാരണമായി തല്ലി തകർക്കപ്പെട്ടാൽ ആ പള്ളിയുടെ യഥാർത്ഥ വിശ്വാസികൾ, മതത്തോട് കൂറുള്ളവൻ, ആ സമുദായത്തിന്റെ പീഡനങ്ങളിൽ വേദനയുള്ളവൻ വികാരപരമായിട്ട് സംസാരിക്കും. അതവന്റെ ആത്മാർത്ഥതയാണ്. ഹിന്ദുക്കളുടെ ഹിന്ദു ക്ഷേത്രം അകാരണമായിട്ട് ആരെങ്കിലും തല്ലി തകർത്താൽ ഹിന്ദു സഹോദരങ്ങൾ, വിശ്വാസത്തോട് പ്രതിബദ്ധതയുള്ളവൻ, ആത്മാർത്ഥതയുള്ളവൻ വികാരപരമായിട്ട് സംസാരിക്കും, പ്രതിഷേധിക്കും. അതവന്റെ ആത്മാർത്ഥതയാണ്. ക്രിസ്ത്യാനികളുടെ ചർച്ച് ആരെങ്കിലും അകാരണമായി തല്ലി തകർത്താൽ യഥാർത്ഥ ക്രിസ്ത്യൻ വിശ്വാസികൾ ആത്മാർത്ഥമായി വികാരപരമായിട്ട് സംസാരിക്കും. അതിലെന്താണ് അപാകത? അബ്ദുല്ല സർമാദനി വികാരപരമായിട്ടാണ് ഈ സമുദായത്തിന്റെ പീഡനങ്ങളിൽ വേദനയുള്ള ഒരു മതപണ്ഡിതനായ അബ്ദുല്ല സർമാദനി വികാരപരമായിട്ട് തന്നെയാണ് സംസാരിച്ചത്. KPA മജീദും കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം ലീഗും ഒന്നും അങ്ങനെ വികാരപരമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. ശരിയാണ്, ഞങ്ങൾ സമ്മതിക്കുന്നു. കാരണം നിങ്ങൾക്ക് ആത്മാർത്ഥതയില്ല, നിങ്ങൾക്ക് ആ വികാരമില്ല എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് ആകെ ഒരൊറ്റ വികാരമുള്ളൂ. ആ വികാരം എന്താണ് എന്നുള്ളത് ഞാൻ വിശദീകരിക്കണില്ല. നിങ്ങൾക്ക് ഈ വികാരമില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. അബ്ദുല്ല സർമാദനിയുടെ പ്രസംഗത്തെ കുറിച്ച് ഇങ്ങനെ വക്രീകരിച്ചിട്ട് 20 വർഷക്കാലമായിട്ട് ഇങ്ങനെ ചിത്രീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അബ്ദുല്ല സർമാദനിയുടെ പ്രസംഗമാണ് ഈ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കിയത് എന്നാണ്. എന്ത് കുഴപ്പം കേരളത്തിൽ ഉണ്ടാക്കിയത്? മദനിയുടെ പ്രസംഗം കേട്ട കേരളത്തിലെ ഒരനുയായികളും, കേരളത്തിലൊരു വർഗീയ രാഷ്ട്രീയ സംഘടനത്തിൽ പ്രതികളായിട്ടില്ലാത്ത ഏക രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലുണ്ടെങ്കിൽ അത് അബ്ദുല്ല സർമാദനി നേതൃത്വം കൊടുക്കുന്ന പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. പാണക്കാട് ശിഹാബ് തങ്ങളുടെ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല. പറയാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കേരളത്തിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇങ്ങനെ വികലമായിട്ട് ചിത്രീകരിക്കുന്നു. കേരളത്തിന്റെ മണ്ണിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഈ രീതിയിൽ വക്രീകരിച്ച് ചിത്രീകരിക്കാനാണ് പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, പല ആളുകളും തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, കേരളത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായി. കേരളത്തിൽ ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ ഇമെയിൽ ചോർത്തിയപ്പോ കേരളത്തിലെ പല ആളുകൾക്കും അത് പ്രശ്നമായില്ല. ലീഗിനതൊരു പ്രശ്നം തന്നെ ആയില്ല. ലീഗിന്റെ സമദാനിയുടെ, മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയുടെ, മുസ്ലിം ലീഗിന്റെ മാത്രമല്ല സിമിയുടെ മുൻ ഷൂറ മെമ്പറായ അബ്ദുൽ സമദ് സമദാനി ഇന്ന് ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. അദ്ദേഹം സിമിയുടെ കേരളത്തിലെ സംസ്ഥാന ഷൂറ മെമ്പറായിരുന്നു. ആ ഷൂറ മെമ്പറായ സമദാനിയുടെ ഇമെയിൽ ചോർത്തി, PV അബ്ദുൽ വഹാബിന്റെ ഇമെയിൽ ചോർത്തി. വാവ് പറഞ്ഞു, ഒരുപാട് വർഷമായിട്ട് എന്നെ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ്. ലീഗിന് അതിലൊന്നും ഒരു പ്രയാസവും ലീഗിനുണ്ടായില്ല. ലീഗ് പറഞ്ഞു, മാധ്യമം നടത്തിയ വർഗീയ പ്രചരണമാണിത്. ലീഗിന് 5ാം മന്ത്രി മതി, അടിവേരടക്കം ചോർത്തിക്കൊന്നാ ലീഗ് പറഞ്ഞത്. 5ഓ 6ഓ മന്ത്രി കിട്ടിയ കൊടവേരടക്കം നിങ്ങൾ ചോർത്തിയാലും ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു പ്രശ്നവും ലീഗിനില്ല. ഇമെയിൽ ചോർത്തിയപ്പോ മാധ്യമത്തിനെതിരെ കേസ്. അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞു, കേസെടുത്തോ, നമുക്ക് കോടതി കാണാന്ന്. പിറ്റേന്ന് ഉമ്മൻചാണ്ടി എന്താ പറഞ്ഞത്? കേസില്ല, നിങ്ങൾ തിരുത്തിയാൽ മതി എന്ന് മാധ്യമത്തോട്. മാധ്യമമാണോ തിരുത്തേണ്ടത്? ഒരു സമൂഹത്തെ സാമ്രാജ്യത്വത്തിന്റെ ഏജന്റുമാർ